ഹായ്. സോ മക്കളെ, +1 കൊമേഴ്സിലെ സ്റ്റാറ്റ് നമുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്താലോ. സോ ആരും പേടിക്കേണ്ട, എല്ലാവരും എക്സാമിൻ്റെ ആ ഒരു ഹൊറിബിൾ അവസ്ഥയിലാണെന്ന് അറിയാം. ഇതിനുള്ള ഒരു സന്തോഷ വാർത്ത പരിഹാരവുമായിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. നാളെ, അതായത് 5-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഞാനും നിങ്ങളുടെ സ്വന്തം ഹനീന മിസ്സും യൂട്യൂബ് ലൈവായിട്ട് വരുന്നുണ്ട്. സ്റ്റാറ്റിക്കിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. അതിന് മുന്നോടിയായിട്ട് ചെറിയ 2 പ്രോബ്ലം നമുക്ക് ചെയ്തുകൊണ്ട് തുടങ്ങിയാലോടാ. യെസ്, the values of mean and median of a distribution are 35 and 40 respectively. Find the mode. ഓക്കെ, എങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കുന്നത്? നമുക്കൊരു റിലേഷൻ അറിഞ്ഞൂടെ. 3 median equal to മോഡ് പ്ലസ് 2 ഇൻറ്റു മീൻ. മോഡ് പ്ലസ് 2 ഇൻറ്റു മീൻ. ഇത് പഠിച്ചോട്ടാ. ഒരുപാട് ചോദ്യപേപ്പറിൽ സാർ ഇതേ ചോദ്യം തന്നെ കണ്ടിട്ടുണ്ട്. വാല്യൂസ് അങ്ങോട്ട് മാറിയിട്ടുണ്ടാവുന്ന മാത്രം, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലടാ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 3 ഇൻറ്റു മീഡിയൻ എന്താടാ, 40 അല്ലേ. സോ 3 ഇൻറ്റു 40 ഈക്വൽ ടു മോഡ് പ്ലസ് 2 ഇൻറ്റു 35 എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ, 3 ഇൻറ്റു 40 ദാറ്റ് ഈസ് 120 ഈസ് ഈക്വൽ ടു മോഡ് പ്ലസ് 70 എന്ന് എഴുതാം. സോ മോഡ് ഈസ് ഈക്വൽ ടു 120 മൈനസ് 70 എന്ന് പറയാം. 120 മൈനസ് 70 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്? 50 ആയിരിക്കില്ലേ. സോ മോഡ് ഈക്വൽ ടു 50 എന്ന് പറയാം മക്കളെ. സോ നമുക്ക് വിജയകരമായിട്ട് മോഡ് കണ്ടുപിടിച്ചിരിക്കുകയാണ് അല്ലേ. എല്ലാവരും ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം പഠിച്ചു വെച്ചോ. ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. യെസ്, ഇതും മോഡ് കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഫൈൻഡ് ദ മോഡ് ഓഫ് ദി ഫോളോയിങ് ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ. മോഡ് കണ്ടുപിടിച്ചാൽ ബാക്കിയൊക്കെ ഈസിയാണ്. സോ മോഡിൻ്റെ പരിപാടികൾ നമുക്കൊന്ന് സെറ്റാക്കാം. ഇതെന്താണ്, ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്യലോ. അതൊന്ന് എഴുതി വെച്ചാലോ. മോഡ് ഈക്വൽ ടു L പ്ലസ് F1 മൈനസ് F0 ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു C. ഇതല്ലേടെ നമ്മുടെ ഫോർമുല വരുന്നത്. ഇതിൽ ഓരോ മെമ്പേഴ്സും നമുക്കറിയാലോ എന്തൊക്കെയാണെന്ന്. ആ പറയുന്ന ആൾക്കാരെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് വിത്ത് മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നതാ. ഒന്ന് നോക്കിയേടാ, ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ക്ലാസ് എന്ന് പറയുന്നത് ഇതല്ലേ, 60 to 70 അല്ലേ. 18 എന്ന് പറയുന്നതല്ലേ മാക്സിമം വാല്യൂ വരുന്നത്. സോ നമുക്ക് എന്ത് പറയാം, 60 to 70 ആണ് നമ്മുടെ മോഡൽ ക്ലാസ് എന്ന് പറയാം. സോ നമുക്ക് ഇങ്ങനെ ചെയ്യാം, മോഡ് ഈക്വൽ ടു 60 പ്ലസ് F1 മൈനസ് F0. മക്കളെ, ഇതാണ് F1 എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് മുൻപ് വരുന്നത് ഇത് F0 ആയിരിക്കും, ഇത് F2 ആയിരിക്കും കേട്ടോ. മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസിനെ F1 എന്ന് വിളിക്കുന്നുണ്ട്. തൊട്ട് മുൻപ് വരുന്ന ഫ്രീക്വൻസി F0യും അതിനൊക്കെ ശേഷം വരുന്ന, അതായത് സക്സീഡിങ് ആയിട്ടുള്ളത് എന്തായിരിക്കും, F2 ആയിരിക്കും കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ നോക്കിയേ, എന്തായിരിക്കും വരുന്നത്? 18 മൈനസ് F0 എന്ന് പറയുന്നത് 14 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു F1 എന്ന് പറയുന്നത് എന്താ, 18 മൈനസ് F0 നമുക്ക് അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 14 മൈനസ് 10 ഇൻറ്റു C എന്ന് പറയുന്നത് ക്ലാസിൻ്റെ വിഡ്ത്താണ് മക്കളെ. ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റും 10 ആണെന്ന് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാടാ, നമുക്ക് 60 പ്ലസ് 18 മൈനസ് 14 ദാറ്റ് ഈസ് 4 ബൈ 2 ഇൻറ്റു 18 എന്ന് പറയുമ്പോൾ 36 ആണ്. 36ന്ന് 14ഉം 10ഉം കുറയ്ക്കണം. സോ 36 അവിടെ ഓൾറെഡി ഉണ്ട്. 36 മൈനസ് എന്ത് ചെയ്യണം, മൈനസ് 14 മൈനസ് 10 എന്ന് പറയുമ്പോൾ അത് മൈനസ് 24 ആയില്ലേടാ. 36 മൈനസ് 24 എന്ന് പറയുമ്പോൾ 12 ആയിട്ടുണ്ട് അല്ലേ. സോ ഡിനോമിനേറ്ററിൽ എനിക്ക് എന്ത് വന്നടാ, 4/12 എന്ന് വന്നിട്ടുണ്ട്, ഇൻറ്റു 10 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ 4/12 നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 അല്ലേ. സോ 1 ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, 60 പ്ലസ് 10/3. ഓക്കെ, 60 പ്ലസ് 10/3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 10/3യുടെ വാല്യൂ എന്താ നമുക്കറിയാം. 10/3 ഈക്വൽ ടു 3.33. ഇങ്ങനെ അങ്ങോട്ട് പോകൂലേ. സോ 60 പ്ലസ് 3.33 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 63.33 എന്ന് പറയാം. ഇപ്പം നമുക്ക് എന്ത് കിട്ടി, മോഡിൻ്റെ വാല്യൂ ആയിട്ട് 63.333 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. സോ മോഡ് സെറ്റായില്ലേ. ഇനി മീനും മീഡിയനും പല കളികളുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. മറക്കണ്ട മക്കളെ, 5-ാം തീയതി വൈകിട്ട് 7 മണിക്ക് അല്ലേ. എല്ലാവരും സെറ്റായിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവരിക മക്കളെ. നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആക്കണമല്ലോ ഈ ചാപ്റ്റർ. എന്തായാലും വരിക കേട്ടോ. ഓക്കേടാ, ബൈ.